أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. മാന്യ സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി പുണ്യഭൂമിയിലേക്ക് എത്തി ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയവരെ, ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ബന്ദർ ബിൻ അബ്ദുൽ അസീസ് ബലീലിയായിരുന്നു ഖുതുബ ഓതിയിരുന്നത്. മദീനയിൽ ഡോക്ടർ അബ്ദുൽ ബാരി ബിൻ അവാദ് സുബൈത്തിയായിരുന്നു ഖുതുബ ഓതിയിരുന്നത്. രണ്ടുപേരും പ്രസംഗിച്ചതായ വിഷയം ഏകദേശം തുല്യതയുള്ളതായ വിഷയമാണ്. കാരണം ഹാജിമാരെ ബാധിക്കുന്നതും ഹാജിമാരോട് അവർ ഹജ്ജ് കഴിഞ്ഞതിൻ്റെ ശേഷം ഭാവി ജീവിതം ഏത് രൂപത്തിൽ നയിക്കണം എന്ന കാര്യത്തെക്കുറിച്ചും ഹാജിമാർ ഈ നാട്ടിൽ നിന്നിട്ട് ഉൾക്കൊണ്ടതായ തത്വങ്ങൾ, അതൊക്കെ ഇനി ഭാവി ജീവിതത്തിൽ പകർത്തേണ്ട ശൈലി എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചും ഒക്കെയായിരുന്നു ഏകദേശം രണ്ടുപേരും ചർച്ച ചെയ്തതായ സബ്ജക്റ്റ്. അത് ഹജ്ജ് ചെയ്തവരാവട്ടെ ചെയ്യാത്തവരാവട്ടെ എല്ലാവർക്കും പാഠം പഠിക്കാനുള്ളതായ പഠനാർഹമായ വിഷയങ്ങളാണ് രണ്ടുപേരും ചർച്ചക്കെടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മിമ്പറിൻ്റെ മീതിയാവട്ടെ, അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിലുള്ളതായ കഅബത്തിൻ്റെ മുൻപിലുള്ളതായ മിമ്പറിൻ്റെ മീതിയാവട്ടെ. അതെ, ഹാജിമാരോട് രണ്ടുപേരും പറഞ്ഞു, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഉയർന്ന സ്റ്റാൻഡേർഡിലേക്കാണ് ഉയർത്തിയത്. നിങ്ങൾ വളരെ കൂടുതൽ അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിച്ചുകൊണ്ടാണ്, വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ്, വളരെ ബുദ്ധിമുട്ടുകൾ താണ്ടിയും കൊണ്ടാണ് ഈ പുണ്യഭൂമിയിലേക്ക് എത്തിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്തതായ ആ അധ്വാനത്തിന് പകരം നിങ്ങൾക്ക് മഹാഭൂമിയിലേക്ക് എത്താനുള്ളതായ തൗഫീഖ് നൽകി. ഭൂമിയുടെ മീതെ അത്രയും ബഹുമതിയുള്ള ഭൂമി വേറെയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് ആദരിച്ചതായ ഏറ്റവും ഉയർന്ന ഭൂമിയാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിൻ്റെ കഅബ ഉൾക്കൊള്ളുന്നതായ ആ നാട്. ആ നാട്ടിനെ സന്ദർശിക്കുവാനും അവിടെയുള്ളതായ നമ്മുടെ നേതാക്കളായ നബിമാരെല്ലാം നിന്നതായ മഖാമാത്തുകൾ അവിടെ നിൽക്കുവാനും അവിടെ വെച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും കഅബയുടെ മുമ്പിൽ തന്നെ നിന്നുകൊണ്ട് നാം സാധാരണ 5 വഖ്ത് നമസ്കാരം ലോകത്തിന് നാനാ തുറകളിൽ നിന്നിട്ടും മുക്കിൽ നിന്നിട്ടും മൂലയിൽ നിന്നിട്ടും ആ കഅബയിലേക്ക് മുന്നിട്ട് നമസ്കരിച്ചതായിരുന്നു. ആ കഅബയെ നാം ആ കാലഘട്ടത്തിലൊന്നും കണ്ടിരുന്നില്ല. ഇപ്പോൾ അതിനെ നേരിട്ട് കാണാനുള്ളതായ മഹാഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചു. അതോടൊപ്പം നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്റ്റാൻഡേർഡ് ഉയർത്തിയതായ വിഭാഗത്തിൽ പെടാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹജ്ജിനെ, രണ്ടുപേരും പ്രാർത്ഥിച്ചു, നിങ്ങളുടെ ഹജ്ജിനെയും നിങ്ങളുടെ ഉംറയെയും നിങ്ങൾ ചെയ്തതായ അമലിനെയും അല്ലാഹു സ്വീകരിക്കട്ടെ. അന്ന് ഉമ്മ പ്രസവിച്ച മക്കളെപ്പോലെ നാട്ടിലേക്ക് മടങ്ങുന്നവരിൽ നിങ്ങൾ അല്ലാഹു പെടുത്തുമാറാകട്ടെ. അപ്രകാരം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിലൂടെ നേടാൻ സാധിക്കുന്ന നേട്ടമായിട്ട് റസൂല് സന്തോഷവാർത്ത നൽകിയതായ ആ സ്വർഗ സമ്പാദ്യത്തിനുള്ളതായ ചാൻസും അല്ലാഹു നിങ്ങൾക്ക് നൽകട്ടെ. അതുപോലെ എല്ലാ ഹജ്ജ് ചെയ്തവരും ഹജ്ജ് ചെയ്യാത്തവരുമായ സർവ്വ മുസ്ലിങ്ങൾക്കും ഈ ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. ഇവിടെ പുണ്യഭൂമിയിലേക്ക് ഹജ്ജിന് വേണ്ടി വരാനുള്ളതായ ചാൻസ് ലഭിക്കണമെന്ന പൂതി വെച്ചുകൊണ്ട് ലോകത്തിൽ ജീവിക്കുന്ന സർവ്വ മുസ്ലിങ്ങൾക്കും അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അവർക്ക് ഈ ഫദ്ലിൽ ഉൾക്കൊള്ളാനുള്ളതായ ഭാഗ്യവും അള്ളാഹു നൽകുമാറാകട്ടെ. മക്ക ഇമാം പറയുന്നു, ഹനി അല്ലക്കും, നിങ്ങൾക്ക് എന്തോരു അഭിമാനമാണ്, അഭിനന്ദനമാണ് നിങ്ങൾക്ക്, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന അർത്ഥത്തിലേക്ക്. എന്ത് കാരണത്താൽ? നിങ്ങൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ വിളിക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി ഉള്ളതായ ഭാഗ്യം അള്ളാഹു നൽകിയവരായല്ലോ എന്നതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയതായ മഹാഭാഗ്യമാണ്. പണ്ട് 4000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു കഅബ കെട്ടാൻ വേണ്ടി ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും കൽപ്പിച്ചു. അവർ രണ്ടുപേരും കഅബ കെട്ടിയതിനു ശേഷം അവരോട് അള്ളാഹു പറഞ്ഞതായിരുന്നു, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി നിങ്ങൾ ജനങ്ങൾക്ക് അനൗൺസ് നൽകുക, അവരെ അതിലേക്ക് വിളിക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അനുസരിച്ചിട്ടാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആ മക്കയിൽ നിന്നുകൊണ്ട് വിളിച്ചത്. ആ വിളിക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഹാജിമാർ ഇവിടെ എത്താറുള്ളത്. അങ്ങനെയുള്ള ഹാജിമാരോട് അഭിസംബോധനം ചെയ്തുകൊണ്ടാണ് മക്ക മസ്ജിദുൽ ഹറാമിലുള്ളതായ ഇമാമും അതുപോലെ തന്നെ മസ്ജിദ് നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിലുള്ളതായ ഇമാമും ഇന്ന് സംസാരിച്ചത്. കാരണം മദീനത്ത് മസ്ജിദ് നബവി നിറഞ്ഞു ഹാജിമാരിലൂടെ. കാരണം പണ്ടത്തെ പോലെയല്ലല്ലോ, ഇപ്പോൾ പെട്ടെന്നാണ് ഹജ്ജ് കഴിയലും ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നാട്ടിലേക്ക് ഒരുങ്ങലും പോകലും അവർക്കുള്ളതായ യാത്ര തിരിയൽ സംഭവിക്കലൊക്കെ പെട്ടെന്നാണല്ലോ.
ഏതായാലും 2 ഖതീബുമാരും അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ അർപ്പിച്ചതായ ആ ബാധ്യത എത്ര വലുതാണ് എന്നത് ചിന്തിക്കണമെന്നതും അവരിനിമേലിൽ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കണമെന്നതും, നിങ്ങൾ ഇപ്പോൾ അള്ളാഹു നിങ്ങളെ ഉയർത്തതായ സ്റ്റാൻഡേർഡിൽ നിന്നിട്ട്, ആ ബഹുമതിയിൽ നിന്നിട്ട്, ആ ഗ്രേഡിൽ നിന്നിട്ട് നിങ്ങൾ ഇനിമേലിൽ താഴ്ന്നു പോകരുത്. നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായിട്ടാണ് നാട്ടിലേക്ക് പോയി നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് പ്രത്യേകം മക്ക ഇമാമും മദീന ഇമാമും ഇന്നത്തെ ദിവസത്തിൽ ഊന്നിപ്പറയുകയുണ്ടായി. അത് ഓരോ ഹാജിമാരും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഞാൻ ഓതിയതായ ആയത്ത് പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഈ ആയത്ത് ഞാൻ എന്റെ ക്ലാസ്സിലൊക്കെ പറയാറുള്ളത് പോലെ, എന്റെ ശൈലിയിൽ ഞാൻ സാധാരണ സംസാരിക്കുമ്പോൾ ഹാജിമാരോടും ഉംറക്കാരോടും പറയാറുള്ളത് പോലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഹജ്ജിനെ കുറിച്ചും അപ്രകാരം ഉംറയെ കുറിച്ചും സംസാരിച്ചതായ ഭാഗങ്ങൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അഥവാ ഫുർഖാനുൽ അളീമിൽ പരിശോധിച്ച് നോക്കിയാൽ സൂറത്തുൽ ബഖറയിൽ നീണ്ട 1.5 പേജ് ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. ആ ചർച്ച ചെയ്യുന്നതായ ആ ആയത്തുകളുടെ മധ്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വതസവ്വദു, നിങ്ങൾ സമ്പാദിച്ചിട്ട് പോകണം, ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റിയതായ ആ മഹാസമ്പാദ്യം അത് തഖ്വയാണ്. മക്കയിലൂടെ നേടുന്ന തഖ്വ അത് സാധാരണ തഖ്വയല്ല. മക്ക, മിന, അറഫ, മുസ്ദലിഫ, അതുപോലെ തന്നെ സഫ, മർവ, അള്ളാന്റെ ചിഹ്നങ്ങൾ, അവകളിലൂടെയെല്ലാം ധാരാളം തഖ്വ നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു. അഥവാ ഹാജിമാർക്ക് അള്ളാഹു നൽകുന്നതായ ഒരു പ്രത്യേക ചാൻസാണ്. മക്ക ഇമാം പ്രത്യേകം ആ വിവരം ഊന്നിപ്പറയുകയുണ്ടായി. നിങ്ങൾ വന്നയിടം മുതൽ പോകുന്നത് വരേക്കും ഇവിടെ വെച്ചിട്ട് അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ചത്, അള്ളാഹുവിനോട് മാത്രമാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ആർത്തത്, അള്ളാഹുവിന്റെ കാബത്തെ മാത്രമാണ് നിങ്ങൾ തവാഫ് ചെയ്തത്. ഇനിമേലിൽ ആ തൗഹീദ് വിട്ട് കളിക്കരുത്, ആ തൗഹീദ് ഒഴിവാക്കരുത്, ആ ആദർശം നിങ്ങൾ ഒഴിച്ചു കളയരുത്. ആ ആദർശത്തിൽ അടിയുറച്ച് നിങ്ങൾ മരണം വരെ ജീവിക്കുക. അതാണ് നിങ്ങളുടെ ബാധ്യത. കാരണം നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അങ്ങേയറ്റം ഉയർത്തി അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉള്ളതായ ചാൻസ് ആ കാബത്തിലേക്ക് മുന്നിട്ടുകൊണ്ട് അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ചതായ ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, ആദ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ആരാധിക്കാൻ വേണ്ടി ഭൂമിയുടെ മീതെ സ്ഥാപിച്ചതായ വീട് അത് ബക്കയിലുള്ളതായ അഥവാ മക്കയിലുള്ളതായ കാബയാണ്. ലല്ലദീ ബിബക്കത മുബാറക, പവിത്രതയുള്ളതായ വീടാണത്. ആ വീട്ടിന്റെ പരിസരത്തിൽ ഫീഹി ആയാത്തും ബയ്യിനാത്ത്, ധാരാളം ദൃഷ്ടാന്തങ്ങൾ നിലകൊള്ളുന്നുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് മഖാമു ഇബ്രാഹിം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഊന്നിപ്പറയുകയും ചെയ്തു. അങ്ങനെയുള്ളതായ മഖാമു ഇബ്രാഹിമിന്റെ പരിസരത്തിൽ വെച്ച് ഇബ്രാഹിം നബി നിന്നതായ സ്ഥലം, ഇബ്രാഹിം നബി ലോകത്തോട് ഹജ്ജിന് വേണ്ടി വരാൻ വേണ്ടി പ്രഖ്യാപിച്ചതായ സ്ഥലം, ഇബ്രാഹിം നബി കാബ കിട്ടിയതായ സ്ഥലം, ഇബ്രാഹിം നബിയെ പരീക്ഷിക്കപ്പെട്ടതായ ആ ഭൂമി, ഇബ്രാഹിം നബിയെ പരീക്ഷിക്കപ്പെട്ട പരീക്ഷണം അസാധാരണ പരീക്ഷണമായിരുന്നില്ല, ഒരു അസാധാരണ പരീക്ഷണമായിരുന്നു. സ്വന്തം മകനെ ആറ്റിപ്പോറ്റി തീറ്റി വളർത്തിയ മകനെ കൊല്ലാനാണ് കൽപ്പിച്ചത്, മകനെ അറക്കാനാണ് കൽപ്പിച്ചത്. അവിടെ രണ്ടുപേരും വിജയിച്ചു, രണ്ടുപേരും ആ പരീക്ഷണത്തിൽ വിജയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരീക്ഷണത്തിൽ വിജയിച്ച വിജയത്തിന് സമ്മാനമായി സമർപ്പിച്ചതാണ് ലോക മുസ്ലിങ്ങൾ ഉളിഹ അറക്കുന്നത്. അതിലൂടെ എല്ലാവരും, അവര് മാത്രമല്ല അഥവാ ഹാജിമാര് മാത്രമല്ല, ലോകത്തിൽ എവിടെയെല്ലാം മുസ്ലിങ്ങളുണ്ട് അവരെല്ലാം അത് സ്മരിക്കുന്നു, അത് ഓർക്കുന്നു. സാമ്പത്തിക ശേഷിയുള്ളവർ അതിൽ പങ്കുചേരുന്നു, അല്ലാത്തവർ ആ പങ്കുചേരുന്നവരുടെ കൂടി തിന്നുന്നു. ഏതായാലും അവർ ഈ ഉദ്ഹിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറവ് അള്ളാഹുവിന് വേണ്ടി അള്ളാഹു അറക്കാൻ പറയുമ്പോൾ ആര് കൽപ്പിച്ചു എന്നതാണ് നോട്ടം, ആരെയാണ് അറക്കുന്നത് എന്നതല്ല നോട്ടം. അവിടെ അള്ളാഹുവിന് വേണ്ടത് ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ ശൈലിയും ഇവിടെ സ്മരണീയമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അറവ് കൊണ്ടുള്ള ലക്ഷ്യം തന്നെ പറയുന്നത് നിങ്ങൾ അറക്കുന്ന സാധനത്തിന്റെ മാംസമോ ചോരയോ അല്ല അള്ളാഹ്ക്ക് വേണ്ടത്. അത് നിങ്ങൾ തിന്നുകയും അവശർക്ക് കൊടുക്കുകയും നിങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും വിതരണം ചെയ്യുകയും ചെയ്തോളീൻ, അതല്ല അള്ളാഹ്ക്ക് വേണ്ടത്. മറിച്ച് അള്ളാഹു നിങ്ങളുടെ തഖ്വയെ പരിശോധിക്കുകയാണ്. നിങ്ങളുടെ അനുശേദ്യ നേതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് മകൻ അറക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അറക്കാൻ വേണ്ടി തയ്യാറായതായ ആ സമർപ്പണത്തിന് നിങ്ങളും സമർപ്പിക്കാൻ മക്കയിലേക്ക് വരുമ്പോൾ അള്ളാഹുവിന് മാത്രമായിരിക്കണം അറിവ്, അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം നേർച്ച, അള്ളാഹിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന എന്നീ തൗഹീദിന്റെ മജ്ജ ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രാക്ടിക്കലായി പ്രാവർത്തികമായി ജീവിതത്തിൽ പകർത്തിയും കൊണ്ട് മക്കയിൽ നിന്നിട്ട് നിങ്ങൾ ട്രെയിനിങ് നേടിയിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇനിമേലിൽ നിങ്ങൾ അള്ളാഹുവിനല്ലാതെ ഖബറാളികൾക്കോ ഔലിയാക്കന്മാർക്കോ സാലിഹ്യങ്ങൾക്കോ ജിന്നുകൾക്കോ മലക്കുകൾക്കോ ആർക്കും തന്നെ ഒരു സൃഷ്ടിക്കും നേർച്ചയാക്കുകയോ അറക്കുകയോ
എവിടെയോ ചെയ്യരുത്. അറവ് മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാണ്. അതൊക്കെ ഇബാദത്താണ്. നേർച്ചയും അള്ളാഹുവിന് വേണ്ടിയാണ്. അത് ഇബാദത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാധാരണ ആ നൂറുകണക്കിൽ ക്ലാസ്സിലൂടെ പറയാറുള്ളത് പോലെ, നാം ദൈനംദിനം പറയാറുള്ളത് പോലെ, അഥവാ ഷാഫി മദ്ഹബാർ പ്രത്യേകിച്ച് ഇന്ന സലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ പ്രാർത്ഥനകളും എന്റെ നേർച്ച വഴിപാടുകളും അറവുകളും നേർച്ചയും എല്ലാം അതുപോലെ തന്നെ എന്റെ ജീവിതവും മരണവും അള്ളാഹ്ക്ക് മാത്രമാണ് എന്നതായ തത്വം അത് സ്ഥാപിക്കാൻ വേണ്ടിയുള്ളതായ ട്രെയിനിങ് ആണ്. നിങ്ങൾ മക്കയിൽ വന്നപ്പോൾ കഅബയെ കറങ്ങിയതായ സന്ദർഭത്തിൽ അല്ലാഹു അക്ബർ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ തവാഫ് ചെയ്യാൻ ആരംഭിച്ചത്. അങ്ങനെ ലോകത്തിൽ ആകെ കറങ്ങാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല വൽയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്, ബൈത്തുൽ അതീഖിനെ അവർ കറങ്ങട്ടെ, അതിനെ തവാഫ് ചെയ്യട്ടെ എന്ന അള്ളാഹുവിന്റെ കൽപ്പന ഫിറ്റാക്കാൻ വേണ്ടി നിങ്ങൾ വന്നു. ലോകത്തിൽ ഇബാദത്തായും കൊണ്ട് കറങ്ങാൻ തവാഫ് ചെയ്യാൻ അനുവദിക്കപ്പെട്ടതായ ഗേഹം അത് കഅബ മാത്രമാണ്. അല്ലാത്തതായ ഒന്നും തന്നെ തവാഫ് ചെയ്യാൻ പാടുള്ളതല്ല. അത് ഖബറാവട്ടെ, അത് ആരാവട്ടെ, എന്താവട്ടെ, എവിടെയാവട്ടെ പാടുള്ളതല്ല എന്ന ആ തൗഹീദിന്റെ ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ നിങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രാവർത്തികമായി നിങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് നിങ്ങൾക്ക് ട്രെയിനിങ് നൽകി. അതിനുള്ള ചാൻസ് നിങ്ങൾക്ക് അല്ലാഹു നൽകുകയുണ്ടായി. അൽഹംദുലില്ലാ. ഇനി മേലിൽ നിങ്ങൾ അഥവാ ഹാജിമാര് യഥാർത്ഥത്തിൽ ഞാൻ എന്റെ ശൈലിയിൽ പറയാറുള്ളത് പോലെ ലോകത്തിന്റെ നാനാ തുറകളിൽ നിന്നിട്ടും മുക്കിൽ നിന്നിട്ടും മൂലയിൽ നിന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തിയവരായ, സാമ്പത്തിക ശേഷിയുള്ളവരായ, കാരണവരായ, അല്ലെങ്കിൽ നാട്ടിൽ കൊള്ളുന്നവരായ, തലമുതിർന്നവരായ ആൾക്കാരെയാണ് ഹജ്ജിന് ക്ഷണിക്കാറുള്ളത്. അതുപോലെ ഉംറക്കും എന്തിനു വേണ്ടിയാണ്? ലോകത്തിന്റെ നാനാ തുറകളിൽ നിന്നിട്ടും കൊല്ലത്തിലൊരു പ്രാവശ്യമെങ്കിലും ഈ പുണ്യഭൂമിയിലേക്ക് വരണം. എന്തിനു വേണ്ടിയാണ്? തൗഹീദിനെ സ്ഥാപിക്കാൻ വേണ്ടി. ആ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അധ്വാനിച്ച, കഷ്ടപ്പെട്ട, പരീക്ഷിക്കപ്പെട്ടതായ ഭൂമിയിലേക്ക് നിങ്ങൾ വരണം. അതുപോലെ തന്നെ നമ്മുടെ നിശ്ചിത നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലേറുകൊണ്ട്, അടികൊണ്ട്, ഇടികൊണ്ട് പ്രയാസപ്പെട്ട, ശകാരമേൽക്കേണ്ടി വന്നതായ ഈ ദീനിന് വേണ്ടി, ഈ ആദർശത്തിന് വേണ്ടി, ഈ ഏകദൈവ വിശ്വാസത്തെ സ്ഥാപിക്കാൻ വേണ്ടി, ഈ അള്ളാഹുവിന് മാത്രമായിരിക്കണം ആരാധന, അവനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന, അവന് മാത്രമാണ് നേർച്ച, അവന് മാത്രമായിരിക്കണം അറിവ് എന്നീ തത്വത്തെ ലോകത്തിൽ ഉമ്മത്തുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, അതല്ല മനുഷ്യരാശിക്ക് ആസകലം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ കണ്ണിലുണ്ണിയായ, കണ്ണായ, കരളായ, ഈ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന നാടായ ഈ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടുപെട്ട, കഷ്ടപ്പെട്ടതായ ആ ഗേഹത്തിലേക്ക്, ആ അന്തരീക്ഷത്തിലേക്ക്, ആ നാട്ടിലേക്ക്, അവർ ശ്വസിച്ച വായുള്ളതായ നാട്ടിലേക്കാണ്, മക്കയിലേക്കാണ്, അതിനുശേഷം മദീനയിലേക്കാണ് നിങ്ങൾ വന്നിട്ടുള്ളത്, നിങ്ങൾ എത്തിയിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ നിന്ന് ഉൾക്കൊള്ളേണ്ടതായ മഹാപാഠം അത് ഏകദൈവ വിശ്വാസത്തിൽ കളങ്കം വരുത്താതെ, തൗഹീദിൽ യാതൊരു നിലക്കുള്ള വീഴ്ച വരുത്താതെ, അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ആദ്യം ജീവിക്കുക, മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കുക. അത് മദീന ഇമാമും ഒന്നിപ്പറയുകയുണ്ടായി. നിങ്ങൾ അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ എന്നതായ ഡ്യൂട്ടി നിങ്ങൾ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിർവഹിക്കണം. അഥവാ നന്മയെ ഉപദേശിക്കുക, തിന്മ ജനങ്ങളെ തൊട്ട് വിരോധിക്കുക. അത് നിങ്ങളുടെ ഡ്യൂട്ടിയായി മാറണം. നിങ്ങളെ ജനങ്ങൾ കാണുന്നത് നിങ്ങൾ നാട്ടിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ സഹാബാക്കളെ നോക്കുമ്പോലെയാണ് എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. കാരണം സഹാബാക്കളെ നാട്ടിലേക്ക് പോയവരല്ലേ, മുമ്പന്മാരുടെ നാട്ടിലേക്ക് പോയവരല്ലേ, നബിമാരെ കറങ്ങിയതായ നാട്ടിലേക്ക് പോയവരല്ലേ. അതുകൊണ്ട് നിങ്ങളുടെ ആ ഉയർന്ന സ്റ്റാൻഡേർഡ് മുമ്പിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ അവർ വീക്ഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് അവർക്കുള്ളതായ ആ വിശ്വാസം നിങ്ങൾ തകർത്തരുത്. നിങ്ങൾ നല്ലവരാണ് എന്ന വിശ്വാസം, നിങ്ങൾ മാതൃക ഉൾക്കൊള്ളാൻ പറ്റുന്നവരാണ് എന്ന വിശ്വാസം, നിങ്ങൾ നല്ല ഭൂമിയിലേക്ക് പോയി വന്നതുകൊണ്ട് ആ നല്ല ജീവിതം ജീവിക്കുന്നവരാണ്, ജീവിക്കേണ്ടവരാണ് എന്ന വിശ്വാസം നിങ്ങൾ തകർത്തിക്കളയരുത്. അതനുസരിച്ചിട്ട് നിങ്ങൾ ഭാവി ജീവിതം നയിക്കാൻ വേണ്ടി പാടുപെടണമെന്ന് മക്ക ഇമാമും അതുപോലെ മദീന ഇമാമും എന്ന് ഊന്നിപ്പറഞ്ഞു. അതുപോലെ ഹജ്ജ് ചെയ്തു പോയതായ എന്റെ ശബ്ദം കേൾക്കുന്ന സർവ്വ സഹോദര സഹോദരിമാരും അവരുടെ ജീവിതത്തിൽ വല്ല വീഴ്ചകളും മക്കയുമായി ബന്ധപ്പെട്ട്, മദീനയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ നികറ്റാൻ വേണ്ടി അവർ പാടുപെടേണ്ടതും മദീന ഇമാം പറഞ്ഞതുപോലെ വസ്തഖിം കമാ ഉമിർത എന്ന അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കൽപ്പിക്കപ്പെട്ട കൽപ്പന. ഹാജിമാരെ, ഉംറയ്ക്ക് വേണ്ടി വന്നവരെ, പുണ്യഭൂമിയിലേക്ക് എത്തി ട്രെയിനിങ് നേടി പോകുന്നവരെ നിങ്ങൾക്കും ബാധകമാണ്. നിങ്ങളോട് അല്ലാഹു പറയും പോലെ നിങ്ങൾ ഇനിമേലിൽ നിങ്ങൾ ഉൾക്കൊണ്ടതായ സാദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. അതിൽ ഏറ്റവും ഉയർന്ന സാദ്, ഉയർന്ന ആ സമ്പാദ്യം അതെന്താണ്?
തഖ്വയാണ്. അഥവാ പരലോകത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാതെ, അള്ളാഹുവിനെ ആരാധിക്കാതെ, അള്ളാഹുവിന് ആരാധനകളുടെ എല്ലാ ഇനങ്ങളും സമർപ്പിക്കാതെ, അള്ളാഹുവിന് ചെയ്യേണ്ടതായ ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയതായ, നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയ, നോമ്പിൽ വീഴ്ച വരുത്തിയ, സക്കാത്തിൽ വീഴ്ച വരുത്തിയ, സ്വർണങ്ങളും വെള്ളികളും പവിഴങ്ങളും അതുപോലെ തന്നെ സമ്പത്തുകളും പൂഴ്ത്തിവെച്ച, അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് അള്ളാഹു തയ്യാർ ചെയ്തു വെച്ചതായ കഠോരമായ ശിക്ഷ പരലോകത്തിലുണ്ട്. ആ നരകമുണ്ട്. ആ നരക അഗ്നിയിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ളതായ മാധ്യമങ്ങൾ ഉണ്ടാക്കുക, അതിനുള്ളതായ പോൺ വഴികൾ കണ്ടെത്തുക. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ആ തഖ്വ അത് പ്രാവർത്തികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഫിറ്റാക്കലിലൂടെയാണ് വരേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയോട് അള്ളാഹു കൽപ്പിച്ചത് ഖുർആനിലൂടെ, ഫസ്തഖിം കമാ ഉമിർത, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട രൂപത്തിൽ നിങ്ങൾ ഇസ്തിഖാമ, ചൊവ്വായ രൂപത്തിൽ നിങ്ങൾ ജീവിക്കുക. അതിൽ നിന്നിട്ട് പതിരിപ്പോകരുത്, അതിൽ നിന്നിട്ട് ഇടറിപ്പോകരുത്. നിങ്ങൾ അതിൽ ഒരു ലെവലേശം മുന്നിലോ പിന്നിലോ പാടുള്ളതല്ല. അള്ളാഹ് നിർത്തിയെടുത്ത് നിങ്ങൾ നിൽക്കണം. അതുപോലെ നിങ്ങൾ ചെയ്യണം. അതുപോലെ നിങ്ങളോട് കൂടി തൗബ ചെയ്തവരും അങ്ങനെ തന്നെ കാട്ടണം. നിങ്ങളോടുകൂടി തൗബ ചെയ്തവരെന്ന് പറഞ്ഞാൽ ആ സഹാബാക്കളാകുന്ന മുഹാജിറുകൾ, അൻസാറുകൾ ആദ്യമായിട്ട്, അത് കഴിഞ്ഞാൽ ലോകത്തിൽ ഖിയാമത്ത് നാൾ വരെ ആ റസൂലുള്ളാഹിന്റെ ബേക്കിൽ അണിനിരക്കാൻ വേണ്ടി തീരുമാനിച്ചവരാരുണ്ടോ, അവരെ കൊണ്ട് വിശ്വസിച്ചവരാരുണ്ടോ, അവർക്കെല്ലാം ബാധകമാണ് ഈ കൽപ്പന. ആ കൽപ്പന അനുസരിച്ചിട്ട് നാം ഓരോരുത്തരും ഈ പറയുന്ന ഞാനടക്കം ജീവിക്കാൻ വേണ്ടി പാടുപെടണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതായത് അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്ന് പറയുമ്പോൾ പറയാൻ എളുപ്പമാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. പക്ഷേ അത് നാം നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ നാം തന്നെ ചിലപ്പോൾ അതിൽ മുഴുകി ജീവിച്ചവരായിരിക്കും ഹജ്ജിന് വേണ്ടി വരുന്നതിന് മുമ്പ്, ഉംറയ്ക്ക് വേണ്ടി വരുന്നതിന് മുമ്പ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിശുദ്ധ ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞ് പശ്ചാത്തപിച്ച് അള്ളാഹുവിന്റെ റസൂല് സത്യവാഗ്ദാനം ചെയ്തതായ അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വീകാര്യമായ ഹജ്ജാണ് ഒരാൾ ചെയ്തതെങ്കിൽ അതിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെയുള്ള മഹാ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ സാധിച്ചതായ ആ ഹാജിമാർ, ആ ഹാജിയാർ, ആ ഹജ്ജുമ്മ എന്ത് ചെയ്യരുത്? ഈ ഇസ്തിഖാമത്തിൽ നിന്നിട്ട് ഒരിക്കലും വ്യതിചലിച്ചു പോകരുത്. ആ തഖ്വയിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. മറ്റുള്ളവർക്ക് മാതൃകാ പുരുഷന്മാരായി, മാതൃകയുള്ള സ്ത്രീകളായി ജീവിക്കണം. അപ്പോൾ അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്നത് അവരുടെ ചിഹ്നമായി മാറണം. എന്തെല്ലാം നന്മയുണ്ട് അത് ജനങ്ങളോട് കഴിവിന്റെ പരമാവധി ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങൾ മക്ക കണ്ടവരല്ലേ? മക്കയുടെ പരിസരത്തിൽ വെച്ചിട്ട് നിങ്ങൾ കണ്ടതായ ആ പർവ്വതങ്ങളുടെ പരിസരത്തിൽ നിങ്ങളുടെ നേതാക്കളെ ശിക്ഷിക്കപ്പെട്ടു, നേതാക്കളെ ദ്രോഹിക്കപ്പെട്ടു, നേതാക്കളെ മർദ്ദിക്കപ്പെട്ടു. അവരെല്ലാം ധാരാളമായി പ്രയാസങ്ങൾ ഞാനും നിങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഈ ആദർശത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയും അത് സംരക്ഷിക്കാൻ വേണ്ടിയും അത് ലോകവ്യാപകമാക്കാൻ വേണ്ടിയും അവർ കഷ്ടപ്പെട്ടു, ബുദ്ധിമുട്ടി. അങ്ങനെയുള്ള അന്തരീക്ഷത്തിലേക്കാണ് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിച്ച് വിളിച്ചു കൊണ്ടുവന്നത്. ഇതൊരു മഹാഭാഗ്യമാണ്. ഈ ഭാഗ്യം ലോകത്തിൽ കോടാനകോടി മുസ്ലിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടില്ല. നിങ്ങൾ അല്ലാഹു സെലക്ട് ചെയ്തു അതിനു വേണ്ടി. എന്നിട്ട് പിന്നെയും നിങ്ങൾ വാല് കുഴലിട്ടതുപോലെ കുഴൽ വലിക്കുമ്പോൾ വാല് വളയുന്ന രൂപത്തിലായി പോകരുത്. മറിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് ഉൾക്കൊണ്ടതായ അതേ തത്വം, അതേ നിങ്ങളുടെ ഭക്തി, അതേ അള്ളാഹുവിനോടുള്ളതായ ഭയം നിങ്ങളുടെ കണ്ണുനീര് ധാരാധാരിയായിട്ട് ഒരു പക്ഷേ അറഫയിൽ വെച്ചിട്ട് ഒലിച്ചു കാണും. അത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ളതായ അള്ളാഹു ഡയറക്റ്റ് അവന്റെ ദാത്തിനോട് അളമത്തിനോട് യോജിക്കുന്ന രൂപത്തിൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുമെന്ന് നമുക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ഏത് ദിവസത്തിൽ നിങ്ങൾ അറഫയിൽ ഒരുമിച്ച് കൂടിയതായ ആ സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് അതിന്റെ വൈകുന്നേരമാകുന്ന സന്ദർഭത്തിൽ, അസറാകുന്ന സന്ദർഭത്തിൽ. എന്നിട്ട് ഇവരെന്തിനാണ് വന്നത്, ഇവർക്ക് എന്താണ് വേണ്ടത്, അല്ലയോ മലക്കുകളെ നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹാജിമാരെ നോക്കിയിട്ട് അഭിമാനിച്ചതായ സംഭവത്തെക്കുറിച്ച് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച ഭാഗം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് കാണും, നിങ്ങൾ കരഞ്ഞു കാണും. അതുപോലെ തന്നെ മിനയിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ 3 ദിവസമോ 2 ദിവസമോ അവിടെ താമസിച്ച സന്ദർഭത്തിൽ ഉദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ സ്മരിക്കണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പന വന്നതായ കൽപ്പന നിങ്ങൾ അവിടെ രാപാർത്ത സന്ദർഭത്തിൽ ഓർത്തിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ കരഞ്ഞു കാണും. അവിടെ നിങ്ങൾ ഇനി മേലിൽ പിശാചുമായി ബന്ധമില്ല. ഇസ്ലാമിന്റെ ശത്രുക്കളായ പിശാചുകളെ ഞാൻ എന്റെ ശരീരത്തിൽ നിന്നിട്ട്, എന്റെ ജീവിതത്തിൽ നിന്നിട്ട്, എന്റെ കുടുംബത്തിൽ നിന്നിട്ട്, എന്റെ എല്ലാ പരിസരത്തിൽ നിന്നിട്ട് ഞാൻ ഇനിമേലും ദൂരപ്പെടുത്തുമെന്നതായ ആ ലക്ഷ്യം നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയായിരിക്കാം നിങ്ങൾ അവിടെ എറിഞ്ഞ സന്ദർഭത്തിൽ പിശാചിനെ എറിഞ്ഞു. അത് പിശാചിനോടുള്ള വിടവാങ്ങലാണ്, പിശാചിനോടുള്ളതായ വെറുപ്പും അറുപ്പും പ്രകടിപ്പിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളതായ ആ ഇത്തിബാ അവിടെ നിങ്ങൾ കാട്ടുകയും ചെയ്തു. ആ ഇത്തിബാ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എറിഞ്ഞു എന്നതാണ്. നാം അവിടെ ആ റസൂലുള്ളാഹി എറിഞ്ഞതുകൊണ്ട് നാമും എറിയുന്നു. അങ്ങനെ നാം എറിയുന്നതായ സന്ദർഭത്തിൽ നാം പിശാചിനോടുള്ളതായ വിടവാങ്ങൽ ഉദ്ദേശിച്ചുകൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാം എറിഞ്ഞത്. അത്
അതുകൊണ്ട് തന്നെ എറിഞ്ഞ ഉടനെ തന്നെ നാം കൈപൊക്കിയിട്ട് കഅബത്തിന്റെ മുമ്പിലേക്ക് മുന്നിട്ടിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, റബ്ബേ എന്റെ ഇബാദത്ത് സ്വീകരിക്കണം, റസൂലുള്ളാഹിനുള്ളതായ മഹബത്ത്, അവരോടുള്ളതായ ഇത്തിബായ് ഇനിമേലിൽ ഈ രൂപത്തിൽ റസൂൽ എറിഞ്ഞതുപോലെ ഞാൻ എറിഞ്ഞു, റസൂൽ താമസിച്ചതുപോലെ ഞാൻ താമസിച്ചു, റസൂൽ കറങ്ങിയതുപോലെ ഞാൻ കറങ്ങി, റസൂൽ കുടിച്ചതുപോലെ ഞാൻ കുടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ചെയ്ത് കാണിച്ചു തന്നവരുടെ ജീവിതത്തിൽ ആ ഹജ്ജ് വേളയിൽ ഇബാദത്ത് ഏറ്റവും നീണ്ട ഇബാദത്ത് അത് ഹജ്ജാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിനേക്കാളും നീണ്ട ഇബാദത്ത് വേറെയില്ല. അള്ളാഹ് നമുക്ക് നിർബന്ധമാക്കിയതായ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നീണ്ട ഇബാദത്ത്, തുടർച്ചയായിട്ട് നിലനിന്ന 3-4 ദിവസം തുടർച്ചയായിട്ട് നിന്നതായ മഹാ ഇബാദത്ത് അത് ഹജ്ജാണ്. പല രൂപത്തിലുള്ളതായ ഇബാദത്തുകൾ അതിലുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടതായ ആജിയാർ അവിടെ മക്ക മിനയിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് അള്ളാഹുവിനെ ഓർത്ത് പിശാചികളോടുള്ളതായ ആ ബന്ധം ഇനിമേലില്ല എന്ന് അവന്റെ പ്രവർത്തനം കുറിച്ചു. അഥവാ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവർത്തനവും അവൻ ജീവിതത്തിൽ ഫിറ്റാക്കിയ സന്ദർഭത്തിൽ അവൻ പിശാചിനോട് മല്ലിടുകയായിരുന്നു, പിശാചിനോട് മത്സരിക്കുകയായിരുന്നു, പിശാചിനോട് ഇനിമേലിൽ ബന്ധമില്ല ആ പിശാചിനോട് എന്ന് അവന്റെ പ്രവർത്തനം കുറിക്കുകയായിരുന്നു. ആ രൂപത്തിലായിരിക്കണം ഇനി മരണം വരെ ജീവിക്കേണ്ടത്. അഥവാ പിശാചിനോടുള്ളതായ എല്ലാ ബന്ധവും ഇനിമേലിൽ നിങ്ങൾ ഒഴിവാക്കുക. അഥവാ ആജിമാരോട് പ്രത്യേകം ഞാൻ പറയുകയാണ്, അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇനിമേലിൽ നമ്മുടെ പരിസരം മക്കീകരിക്കുവാൻ, മദീനീകരിക്കുവാൻ, സ്വർഗത്തോപ്പീകരിക്കുവാൻ, അപ്രകാരം തന്നെ മുഹാജിരീകരിക്കുവാൻ, അൻസാരീകരിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം എന്നതാണ് ഞാൻ പറയാറുള്ളത്. അത് തന്നെയാണ് ഇന്ന് മക്ക ഇമാമും മദീന ഇമാമും പറഞ്ഞത്. അതെ, നാം മസ്ജിദുൽ ഹറാമിൽ നിന്നിട്ട് അതിന്റെ പരിസരത്തിൽ നിന്നിട്ട് പഠിച്ചതായ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിപൂർണ്ണ പിന്തുടർച്ചയാണ് നാം അതിലൂടെ ഫിറ്റാക്കിയത്, നാം പ്രാവർത്തികമാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ച രൂപത്തിൽ സംസം വെള്ളം കുടിക്കുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കളായ ഹദീസ് നിഷേധികളെ പോലത്തതായ ബുദ്ധിപൂജകന്മാരും മറ്റും പറയുന്നത് പോലെ അതിന് പവിത്രതയില്ല, അതിന് പുണ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറി പറയാറുണ്ട്, ഇസ്ലാമിനെ കുറിച്ച് ചീത്ത പറയാറുണ്ട്, അതിന്റെ സ്റ്റാൻഡേർഡുകളെ തരം താഴ്ത്തി പറയാറുണ്ട്. അത് യാഥാർത്ഥ്യമല്ല. നാം സത്യവിശ്വാസികളാണ്, നാം ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്, നാം സ്ഥിരീകരിക്കപ്പെട്ട ഹദീസിൽ വിശ്വസിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവേശത്തോടെ ഉന്മേഷത്തോടു കൂടിയായിരുന്നു അവിടെ തന്നെ മക്കയിൽ ജനിച്ചതായ റസൂല് ആ സംസം വെള്ളത്തെ ഊറ്റി കുടിച്ചത് മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തിൽ തവാഫ് ചെയ്തതിന് ശേഷം ഹജ്ജിന് വേണ്ടി ഹജ്ജത്തുൽ വദാൽ വന്നതായ സന്ദർഭത്തിൽ. അതൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നത് ചിഹ്നത്തെ, അള്ളാഹുവിന്റെ ചിഹ്നത്തെ ബഹുമാനിക്കുന്നതിന്റെ ശൈലിയാണ്. അള്ളാഹിന്റെ ചിഹ്നത്തിന് ഒരാൾ ബഹുമാനിച്ചാൽ, അള്ളാഹുവിന്റെ അടയാളത്തെ, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നത് അത് തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിന്റെ അകത്ത് വേറൂതി പിടിച്ച തഖ്വയുണ്ട് എന്നതിലേക്കുള്ള തെളിവാണ് എന്നാണല്ലോ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ള മഹാ നേട്ടം നേടിയെടുക്കാനാണ് കല്ലെറിയലിലൂടെയും അങ്ങനെ തന്നെ, മുസ്ദലിഫയിൽ താമസിക്കലിലൂടെയും അങ്ങനെ തന്നെ, അറഫയിൽ നിൽക്കലിലൂടെയും അങ്ങനെ തന്നെ, അവിടെയെല്ലാം ഉൾക്കൊണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ ചിഹ്നത്തെ നാം പൊക്കിപ്പിടിച്ചതാണ്. അള്ളാഹുവിന്റെ റസൂല് അതിനെ ബഹുമാനിച്ച് ആദരിച്ച്, പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട്, അതിന്റെ ആ ഷിആറിൽ പെട്ടതാണ്, ആ ചിഹ്നങ്ങളിൽ പെട്ടതാണ് നാം മറക്കുന്ന ആ സാധനം. അതിനെക്കുറിച്ച് തന്നെ അള്ളാഹ് പറയുന്നു, നിങ്ങൾ ഇറക്കുന്നതായ സാധനവും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ ഒരു ചിഹ്നമാണ് എന്ന്. അതിനെ ബഹുമാനിച്ച് ആദരിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇബാദത്ത് ചെയ്ത് കാണിച്ചെന്നത്. 63 ഒട്ടകത്തെ അവരുടെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ മിനയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെഹർ ചെയ്യുകയുണ്ടായി. കുത്തി അറക്കലാണ് നെഹർ എന്ന് പറഞ്ഞാൽ, ഒട്ടകത്തെ ഇരുത്തിയിട്ട്. അങ്ങനെ 63 ഒട്ടകത്തെ 63 കൊല്ലം ഭൂമിയിൽ ജീവിച്ച റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചതായ സമർപ്പണവും നമുക്ക് പഠിക്കാനുള്ള പാഠമാണ്. എന്നാൽ നാം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിച്ചതോടുകൂടി ആ മിനിയോട് വിടവാങ്ങുമ്പോൾ അവിടെ നിന്ന് 3 ദിവസം താമസിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഹാജിമാർക്ക് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയായിരുന്നു, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇനി നമ്മുടെ കൂടപ്പിറപ്പായി മാറണം. അഥവാ നമ്മുടെ കൂടപ്പിറപ്പായി മാറണമെന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കം നമ്മുടെ ജീവിതമായി മാറണം. അപ്പോഴാണ് ശരിക്ക് ആ ജീവിതവുമായി, ആ കല്ലേറുമായി, ആ മിനയിലുള്ള താമസവുമായി, ആ അറഫയിലും മുസ്ദലിഫയിലും ഉള്ളതായ കറങ്ങലുമായി, ആ കാബയുടെ പരിസരത്തിൽ ചെയ്തതായ തവാഫുമായി ഉള്ള ബന്ധം നമ്മുടെ പ്രവർത്തനത്തിലൂടെ സ്ഥാപിക്കൽ വരികയുള്ളൂ. അതുകൊണ്ടാണ് മക്ക ഇമാമും മദീന ഇമാമും നിങ്ങളോട് അഥവാ ഹാജിമാരോട് സംസാരിച്ചപ്പോൾ ഉയർന്ന സ്റ്റാൻഡേർഡിലേക്കാണ് അള്ളാഹു നിങ്ങളെ എത്തിച്ചത്. നിങ്ങൾ സമ്പത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും ആ സമ്പത്തിന് അള്ളാഹിന്റെ വഴിയിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് നിങ്ങൾക്ക് അള്ളാഹു തന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്, അള്ളാഹുവാണ് നിങ്ങൾക്ക് ടിക്കറ്റ് തന്നത്, അള്ളാഹുവാണ് നിങ്ങൾക്ക് വിസ തന്നത്,
അള്ളാഹുവാണ് നിങ്ങളെ പ്ലെയിനിൽ സംരക്ഷിച്ചത്, അള്ളാഹുവാണ് നിങ്ങളെ മക്കയിലേക്കും മദീനയിലേക്കും എത്തിച്ചത്. അള്ളാഹു ഭൂമിയിൽ സന്ദർശിക്കാൻ അനുവദിച്ചതായ 3 പള്ളികളാണ് ആകപ്പാട് ഇബാദത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, സൽക്കർമ്മത്തെ പുണ്യകർമ്മത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതായിട്ട് നാം ബുഖാരിയിലൂടെ മുസ്ലിമിലൂടെ വായിക്കുന്നത്. അതേതാണ്? ലാ തുശദ്ദുർ റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ. 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ യാത്ര കെട്ടിപ്പുറപ്പെടേണ്ട ആവശ്യമില്ല. 3 പള്ളികളിലേക്കല്ലാതെ സൽക്കർമ്മത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് പോകേണ്ടതില്ല. ബിസിനസിന് വേണ്ടി പോയിക്കോളീൻ, വിജ്ഞാനം പഠിക്കാൻ വേണ്ടി പോയിക്കോളീൻ, വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിക്കോളീൻ. അതല്ല ഇവിടെ ചർച്ച. ഇവിടെ ചർച്ച ഒരു ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പോകാൻ, അത് ഒരാള് ബൊംബെയിലുള്ള പള്ളിയിൽ നമസ്കരിക്കാൻ പോകേണ്ടതില്ല, അല്ലെങ്കിൽ അജ്മീറിലുള്ളതായ സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി പോകേണ്ടതില്ല, അല്ലെങ്കിൽ നാഹൂറിലുള്ളതായ സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി പോകേണ്ടതില്ല. അതെല്ലാം തുല്യതയുള്ളതായ ഭൂമികളാണ്. അതിനൊന്നും ഒരു പ്രത്യേകതയുമില്ല. അവിടെ ആര് പറഞ്ഞാലും ശരി, ആര് ഖബർ അടക്കപ്പെട്ടാലും ശരി, ആ സ്ഥലങ്ങൾക്കൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പുണ്യവുമില്ല. പുണ്യം അള്ളാഹുവിന്റെ അടുക്കൽ ഈ 3 ഭൂമിക്കാണ്. പുണ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നവർക്ക് അത് ഒന്ന് മസ്ജിദുൽ ഹറാമാണ്, കാബയെ വലയം ചെയ്തുകൊണ്ട് നിൽക്കുന്നതായ പള്ളി സ്ഥിതി ചെയ്യുന്നതായ സ്ഥലം. പിന്നൊന്ന് മസ്ജിദുൻ നബവിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം, അഥവാ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നാട്ടിൽ വന്നതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സ്വന്തം കൈകൊണ്ട് ഇഷ്ടിക ഏറ്റിയും കൊണ്ട് കെട്ടിപ്പണിതതായ ആ പള്ളി, നബിയും സഹാബത്തും ആ മസ്ജിദുൻ നബവി, അതും സന്ദർശിക്കാൻ വേണ്ടി മുസ്ലിം ലോകത്തിന് അനുവദിക്കപ്പെട്ടതായ പള്ളിയാണ്. മറ്റൊന്ന് മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയപ്പെടുന്നതായ ഫലസ്തീനിലുള്ളതായ ആ പള്ളി. അങ്ങനെ 3 പള്ളികളാണ് സന്ദർശിക്കാൻ അനുവദിക്കപ്പെട്ടതായ പള്ളി. അങ്ങനെയുള്ള ഒരു പള്ളിയിലേക്കാണ്, അല്ലയോ മുസ്ലിങ്ങളെ, അല്ലയോ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞവരെ, അല്ലയോ ഉംറ ചെയ്ത് കഴിഞ്ഞവരെ, ഇപ്പോൾ നിങ്ങൾ എത്തിയിട്ടുള്ളത് എന്ന് മദീന മെമ്പറിന്റെ മീതെ വെച്ചിട്ട് മദീനയിലേക്ക് എത്തിയതായ ഹാജിമാരോട് മദീന ഇമാം ഡോക്ടർ അബ്ദുൽ ബാരി അവാദ് സുബൈത്തി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം അവരോട് ഈ ഭൂമി പഠിപ്പിക്കുന്ന പാഠവും ഉൾക്കൊണ്ടു പോകണം എന്ന് ഹാജിമാരോട് സൂചന നൽകും പോലെ. കാരണം അദ്ദേഹം സംസാരിക്കുന്നത് മദീനയിൽ മസ്ജിദ് നബവിയിൽ തിങ്ങി വസിക്കുന്ന ഹാജിമാരോടാണ്. അവരോടാണ് പറഞ്ഞത്, നിങ്ങൾ തഖ്വ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും, നിങ്ങളുടെ ജീവിതത്തിന്റെ ആ സകലം മദീന കണ്ടവരുടെ തഖ്വ, മക്ക കണ്ടവരുടെ തഖ്വ, ആ തഖ്വ മറ്റുള്ളവരുടെ തഖ്വ പോലെയല്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളണം. ഇനിമേലിൽ ആര് എന്ത് അമൽ എപ്പോൾ ചെയ്താലും അവർക്ക് നിങ്ങൾ ചെയ്തതായ അമൽ ചെയ്തവർക്കല്ലാതെ നിങ്ങളുടെ സ്റ്റാൻഡിലേക്ക് എത്താൻ സാധിക്കുന്നതല്ല. അതേതാണ്? അമൽ ചെയ്ത സമാപിക്കുന്നതോടുകൂടി അതിനുള്ള പ്രതിഫലം സ്വർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തതായ ആ മഹാപ്രവർത്തനം, ആ മഹാ ഇബാദത്ത്, അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. മദീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ മദീനയിൽ താമസിക്കുന്നതായ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിലേക്ക് വന്ന് അവിടെ 2 റക്അത്ത് നിസ്കരിക്കുക അതൊരു മഹാ ഇബാദത്തിൽപ്പെട്ടതാണ്, ആരാധനയിൽപ്പെട്ടതാണ്. ആ ആരാധന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭത്തിൽ ഈ പള്ളിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ട് മദീനത്തെ പള്ളിയിൽ മറ്റുള്ള മസ്ജിദുൽ ഹറാം അല്ലാത്ത പള്ളികളിൽ നമസ്കരിക്കുന്നതിനേക്കാളും 1000-ൽ പരം പ്രതിഫലം ലഭിക്കുമെന്നാണ് ഒരു നമസ്കാരത്തിന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പള്ളിയിലേക്കാണ് ഹാജിമാര് മദീനയിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ സ്വർഗത്തോപ്പ് എന്ന പേരിൽ ഒരു മഹാസ്ഥലമുണ്ട്. ആ സ്വർഗത്തോപ്പ് ലോകത്തിൽ എവിടെയുമില്ല, മക്കത്തുമില്ല, എവിടെയുമില്ല. ഈ സ്ഥലം സ്വർഗത്തോപ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച സ്ഥലം അത് മദീനയിൽ മാത്രമാണ്. അതേതാണ്? റസൂലുള്ളാഹിന്റെ മിമ്പറിന്റെയും റസൂലുള്ളാഹിന്റെ വീട്ടിന്റെയും മധ്യത്തിലുള്ളതായ അല്പസ്ഥലം. എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? ഇൽമു പഠിപ്പിക്കാൻ റസൂലുള്ളാഹി ആദ്യമായിട്ട് ആരംഭിച്ച, ഈ വഹി പഠിപ്പിക്കാൻ ആരംഭിച്ച ഈ വിശുദ്ധ ഖുർആൻ അലീമിന്റെ നീണ്ട സൂത്രങ്ങൾ, സൂറത്തുൽ ബഖറ, ആല ഇംറാൻ, സൂറത്തുൽ നിസാ, സൂറത്തുൽ മാഇദ പോലത്തതായ ആ നീണ്ട സൂത്രങ്ങളൊക്കെ ഇറങ്ങാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്തതായ, അതിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ജീവിച്ചവരായ മുഹാജിറുകൾ, അൻസാറുകളെ ട്രെയിനിങ് റസൂലുള്ളാഹിയിലൂടെ ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച നബിമാരിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ഉയർന്നതായ മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നേർക്ക് നേരെ ട്രെയിനിങ് നേടാനുള്ളതായ ഭാഗ്യം ലഭിച്ചവർ, പഠിച്ചതായ ഒരു മദ്രസയായിരുന്നു അത്, ഒരു കോളേജ് ആയിരുന്നു അത്, അതൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു അത്, ഒരു സ്വർഗത്തോപ്പായിരുന്നു അത്, ഒരു പള്ളിയായിരുന്നു, ദർസായിരുന്നു, പള്ളിക്കൂടമായിരുന്നു അത്. അങ്ങനെയുള്ളതായ സ്ഥലത്തേക്കാണ് ഹാജിമാരി എത്തിയിട്ടുള്ളത് മദീനയിലേക്ക് വരുമ്പോൾ. ആ സന്ദർഭത്തിൽ അവർക്ക് പഠിക്കേണ്ടതായ പാഠം അവിടുന്ന് ഉൾക്കൊണ്ടു പോകാൻ വേണ്ടി മദീന ഇമാം പ്രത്യേകം ഊന്നിപ്പറയുകയും, ഞാൻ സാധാരണ പറയാറുണ്ട്, മദീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ സന്ദർശിക്കാൻ അനുവദിച്ച സ്ഥലങ്ങളിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിഷം കൊള്ളുന്നതായ ആ പരിസരത്തിലെത്തുമ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിൽ നിന്നിട്ട് നമസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിഷം കൊള്ളുന്ന ഭാഗത്തേക്ക് ചെല്ലാൻ വേണ്ടി സൗദി ഗവൺമെന്റ് പ്രത്യേകിച്ച് ഹാജിമാർക്ക്, ഉംറക്കാർക്ക്, സന്ദർശകർക്ക് പ്രത്യേകം അനുവാദം നൽകുകയും എന്ന് മാത്രമല്ല അതിനുള്ള സൗകര്യങ്ങൾ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് കാശുകൾ ചെലവാക്കിയിട്ട്, അല്ലെങ്കിൽ ഡോളറുകൾ ചെലവാക്കിയിട്ട്, റിയാലുകൾ ചെലവാക്കിയിട്ട് അതിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
എന്തിനു വേണ്ടിയാണ്? പലരും അറിവില്ലാത്തവർ, ഇസ്ലാമിന്റെ ABCD അറിയാത്ത പല ഇസ്ലാമിന്റെ ശത്രുക്കളും പലരും ഈ ഗവൺമെന്റിനെ കുറിച്ചും ഇവിടെയുള്ളതായ പണ്ഡിതന്മാരെ കുറിച്ചും എല്ലാം ഇവര് റസൂലിനെ സ്നേഹിക്കാത്തവരാണ്, റസൂൽ സലാത്ത് അല്ലാത്തവരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ സിയാറത്ത് ചെയ്യാത്തവരാണ് എന്നൊക്കെയുള്ളതായ കുപ്രചരണം നടത്തുന്നവരൊക്കെ ധാരാളം ലോകത്തിലുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ പാഠമാണ് യഥാർത്ഥത്തിൽ മദീനത്തെ പള്ളി. ലോകം ഇന്ന് ലോകത്തിലുള്ളതായ എല്ലാ ടെലിവിഷനുകളിലൂടെയും തുറന്നാൽ അവർക്ക് കാണാൻ സാധിക്കും എന്താണ് സംഭവിക്കുന്നത് മദീനത്തെ പള്ളിയിൽ എന്നത്. ഇവിടെ എല്ലാവർക്കും ഒരുപോലെ സന്ദർശിക്കാനുള്ളതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, നമുക്ക് വളരെ എളുപ്പത്തിൽ സന്ദർശിക്കാനുള്ള സൗകര്യങ്ങൾ തിക്കും തിരക്കും ഇല്ലാതെ അവിടെ സന്ദർശിക്കാനുള്ളതായ ചുറ്റുപാട് ഉണ്ടാക്കാൻ വേണ്ടി മദീനത്തെ പള്ളിയിൽ 10,000 പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 1000 പ്രവർത്തിക്കുന്നുണ്ട്. അതിനു വേണ്ടി അവർ ഉറക്കൊഴിഞ്ഞുകൊണ്ട് ഹാജിമാരുടെ അതുപോലെ ഉംറക്കാരുടെ സന്ദർശകരുടെ സൗകര്യാർത്ഥം അവര് ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്. അതെല്ലാം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ അവര് നിഷ്പക്ഷ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യമാണ്. യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം മാത്രമേ ഇവരിവിടെ നടപ്പാക്കുന്നുള്ളൂ. ദീനിന്റെ പേരിൽ നടപ്പാക്കുന്നതായ ചടങ്ങുകളൊക്കെ മദീനയിലും മക്കയിലും പ്രത്യേകിച്ച് സിയാറത്തിനെ കുറിച്ചൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശമാണ്. നമ്മുടെ നാട്ടിലുള്ളതായ പള്ളി ദർസുകളിൽ വെച്ചിട്ട് എന്നെ പോലെയുള്ളതായ മുസ്ലിയാമാര് പഠിച്ചതായ ഗ്രന്ഥങ്ങളിലുള്ളതായ ഭാഗമാണ് ഖബർ കെട്ടിപ്പൊക്കാൻ പാടുള്ളതല്ല എന്നതും കെട്ടിപ്പൊക്കപ്പെട്ട ഖബറുകളെ തകർത്തണമെന്നതും നാം ചെറുപ്പത്തിലെ പൊന്നാടിയിൽ നിന്നിട്ട് എഴുതിയതായ മഖ്ദൂമി എഴുതിയതായ ഗ്രന്ഥത്തിൽ പഠിച്ചതായ ഭാഗങ്ങളാണ്. അത് മാത്രമേ ഇവരും നടപ്പാക്കുന്നുള്ളൂ. ഇവരുടെ പോക്കറ്റിൽ നിന്നിട്ട് ഒന്നും തന്നെ കൂട്ടിച്ചേർക്കുന്നില്ല ദീനിന്റെ കാര്യത്തിൽ. അതൊക്കെ ഇത്തരണത്തിൽ മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ്. അങ്ങനെയുള്ളതായ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിഷമമുള്ള ഭാഗത്തിലേക്ക് വിട്ടുകിടക്കുമ്പോൾ അവനോട് അസ്സലാമു അലൈക യാ റസൂലുള്ളാഹി എന്നോ അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നോ അവർക്ക് സലാം പറഞ്ഞ ശേഷം അവരുടെ തൊട്ടുകിടക്കുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അസ്സലാമു അലൈക യാ ഖലീഫത്ത് റസൂലില്ലാഹി എന്ന്, അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബി എന്ന് അവർ രണ്ടുപേർക്കും സലാം പറയുക. അതൊക്കെ സുന്നത്താണ്, അനുവദീയമാണ്. അത് ഇസ്ലാം അനുവദിച്ചത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ഗവൺമെന്റും ഇവിടെയുള്ള നേതൃത്വങ്ങളും അത് ലോകത്തിൽ നിന്ന് വരുന്നതായ സർവ്വ മുസ്ലിങ്ങൾക്കും അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ലോകം കേൾക്കും പോലെ കാണും പോലെ നേർക്ക് നേരെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം ഹാജിമാർക്ക് സന്ദർശിക്കാൻ അനുവദിക്കപ്പെട്ട സ്ഥലം അഥവാ ബഖീ അൽ ഖർഖദി എന്നതായ ആ സ്ഥലം, അവിടെയും എത്രയോ ഉദ്യോഗസ്ഥന്മാര് അവിടെ ഉറക്കൊഴിഞ്ഞുകൊണ്ട് അവിടെ ഹാജിമാരെ സ്വീകരിക്കാൻ, സന്ദർശകരെ സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ട്. അവരെല്ലാം അവിടെ 10,000 സഹാബാക്കൾ അന്ത്യവിഷമങ്ങളുള്ളതായ ആ ഭൂമിയിലേക്ക് ചെല്ലുന്നുണ്ട്, അവരോട് സലാം പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെയും അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവർ പറയുന്നത്, അഥവാ സൗദി ഗവൺമെന്റ് പറയുന്നത്, അവിടെയുള്ള പണ്ഡിതന്മാർ പറയുന്നത്, ആ ഖബറാളികളോട് പ്രാർത്ഥിക്കരുത്, അത് ശിർക്കാണ്, അത് ഇസ്ലാമിലില്ല, അത് ഖുർആനിലില്ല, അത് സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തിലില്ല, അത് നമ്മുടെ സഹാബാക്കളും താബിഈങ്ങളും താബിഈകളും മദ്ഹബിന്റെ ഇമാമുകളും ചെയ്തിട്ടില്ല, സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അവരെ തൊട്ട്. അതുകൊണ്ട് നാം നമ്മുടെ ആദർശത്തെ സ്വർണം പോലെ, പഴുഴം പോലെ, മുത്തുപോലെ, മാണിക്യം പോലെ അല്ല, ജീവൻ പോലെ സംരക്ഷിക്കണം എന്നതാണ് അവിടുന്ന് അവരുടെ പ്രവർത്തനം കുറിക്കുന്നത്. അതാണ് ഹാജിമാർ അവിടെ സന്ദർശിക്കാൻ അനുവദിക്കുന്നത്. അങ്ങനെ അനുവദിക്കുന്ന സന്ദർഭത്തിൽ 10,000 സഹാബാക്കൾ അന്ത്യവിഷമകൊള്ളുന്നതായ ആ ബഖീ അൽ ഖർഖദിൽ അവർ സലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും സന്ദർശിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ഒരു പള്ളിയുണ്ട്. അതേതാണ്? ആരെങ്കിലും വീട്ടിൽ നിന്നിട്ടോ റൂമിൽ നിന്നിട്ടോ ഒതു പിടിച്ചുകൊണ്ട് ഖുബാ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു ഉംറയുടെ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായ ആ പറഞ്ഞതായ ആ പ്രവചനത്തെ നടപ്പാക്കാനുള്ള സൗകര്യങ്ങൾ സൗദി ഗവൺമെന്റ് ലക്ഷങ്ങൾ കോടിക്കണക്കിൽ റിയാലുകളും ഡോളറുകളും ചെലവഴിച്ചിട്ടാണ് ഹാജിമാരെ ഖുബാ മസ്ജിദിലേക്ക് പോകാനുള്ളതായ വഴി ക്ലിയർ ആക്കി കൊടുത്തിട്ടുള്ളത്. അതിനുള്ളതായ പ്രത്യേക വഴി, അതിനുള്ള റൂട്ട് ക്ലിയർ ആക്കി കൊടുത്തിട്ടുള്ളത് എന്ന് മാത്രമല്ല, അവിടെയും നൂറുകണക്കിന് പ്രബോധകന്മാരും പ്രവർത്തകന്മാരും പോലീസുകാരും ഖിദ്മത്തെടുക്കുന്നവരും അവിടെ സന്ദർശിക്കുന്നവർക്ക് വേണ്ടിയും രാത്രിയും പകലും ഊണും ഉറക്കും ഒഴിഞ്ഞിട്ട് അവരവിടെ സേവനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സന്ദർശിക്കാൻ വേണ്ടി അനുവദിച്ചതായ ഉഹദ് പോർക്കളം, അതിന്റെ പരിസരത്തിൽ 70ഓളം ശുഹദാക്കൾ അന്ത്യവിഷമം കൊള്ളുന്നുണ്ട്. അവിടെ യാത്ര പോകേണ്ടതില്ല, മദീനത്തിന്റെ അകത്താണ് അത്. യഥാർത്ഥത്തിൽ അത് യാത്രയല്ല. മദീനയിലേക്ക് വന്നവർക്ക് അവിടെയും പോകാം, അവിടെ പോയിട്ട് അവരോട് സലാം പറയാം. അതിനുള്ള സൗകര്യങ്ങളും സൗദി ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളൊക്കെ, അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളൊക്കെ സൗദി ഗവൺമെന്റ് അതിനുള്ള എല്ലാ ഒത്താശകളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും ലോക മുസ്ലിങ്ങൾ കാണുന്നതായ യാഥാർത്ഥ്യവും കാഴ്ചയുമാണ്. അതിനൊക്കെ നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്യുന്നതായ വിഭാഗം അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കരുതിക്കൂട്ടി കണ്ണടച്ച് കുരുടനായി അഭിനയിക്കുകയാണ്. അവർക്ക് കാണാനുള്ള സൗകര്യമുള്ളതോടുകൂടി അവരല്ലാഹു ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. ദീനിൽ ഇല്ലാത്തത് എന്തുണ്ട് അത് മാത്രമേ അവിടെ എതിർക്കപ്പെടുന്നുള്ളൂ, അവിടെ വിരോധിക്കുന്നുള്ളൂ. അതാണ് മക്ക ഇമാമ്, അതുപോലെ പ്രത്യേകിച്ച് മദീന ഇമാമ് അടിവരയിടേണ്ടതായ ഭാഗമാണ്. ഹാജിമാരെ, ഉംറക്കാരെ, ഹജ്ജിനു വേണ്ടി വന്നവരെ, അള്ളാഹിന്റെ അതിഥികളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയെ ഉപദേശിക്കുക, തിന്മയെ വിരോധിക്കുക, ബിദ്അത്തുകൾ എതിർക്കുക, സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുക
എന്നീ കാര്യത്തിൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പിന്തുടർച്ച കൈക്കൊള്ളണം. റസൂലുള്ളാഹിന്റെ നാട് കണ്ടു പോയതിന്റെ ശേഷം, നാട്ടിലേക്ക് വന്ന ശേഷം റസൂലുള്ളാഹി അന്ത്യവിഷമമുള്ള സ്ഥലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നേരിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാനുള്ള ഭാഗ്യം ലഭിച്ച ശേഷം ഇങ്ങനെയുള്ളതായ പഠനാർഹമായ ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായ പ്രസംഗങ്ങളായിരുന്നു മക്ക ഇമാമും മദീന ഇമാമും ഇന്ന് ലോക മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തതും ഹാജിമാരോട് പ്രത്യേകം സംസാരിച്ചതും. അത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് നാമും അതിനെ ജീവിതത്തിൽ പകർത്തിയുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പാടുപെടേണ്ടതാണ്. യഥാർത്ഥത്തിൽ നാം മിനയിലുള്ളതായ കല്ലേറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പിശാചിനെ എറിഞ്ഞു എന്ന് പറയുന്നു. ജനങ്ങൾ അങ്ങനെ ധരിക്കുന്നു പിശാചികൾ എറിയുകയാണ് എന്ന്. യഥാർത്ഥത്തിൽ നാം പിശാചിനോട് ഏത് സമയത്തും വിട വാങ്ങേണ്ടവരാണ്. ഏത് സമയത്തും പിശാചുമായുള്ള ബന്ധം നമ്മൾ നിന്നിട്ടുണ്ടാവാൻ പാടുള്ളതല്ല. അവിടെ അതിന്റെ പിന്നിൽ 3 സന്ദർഭങ്ങളിലായിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പിശാച് വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും അവരുടെ മകനും ഒക്കെ എറിഞ്ഞു എന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും അവിടെ എറിയുന്നത് പിശാചിനെയാണ് എന്ന് പറയപ്പെടാൻ കാരണം. അതിനും അടിസ്ഥാനമുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം റസൂലുള്ളാഹി ചെയ്തതുപോലെ ചെയ്യുന്നു എന്നതാണ്. നമ്മുടെ ലക്ഷ്യം അവിടെ പിശാചുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട് കല്ലേറ് കൊള്ളാൻ എന്ന വിശ്വാസം നമ്മൾക്കില്ല. യുക്തിവാദികളും ബുദ്ധിപൂജകന്മാരും ഹദീസ് നിഷേധികളൊക്കെ പറയും പോലെ അങ്ങനെ മുസ്ലിങ്ങൾക്ക് വിശ്വാസമില്ല. അവിടെ പിശാച് കല്ലേറ് കൊള്ളാൻ നിൽക്കുന്നുണ്ട് എന്ന വിശ്വാസമില്ല. മറിച്ച് അവിടെ നാം എറിയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ്. കല്ലെറിയുക, തവാഫ് ചെയ്യുക, രാപാർക്കുക, ഇതൊക്കെ ഇഖാമത്തി ദിക്രില്ല, അല്ലാഹുവിന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് ഇത്തരണത്തിൽ നാം സ്മരിക്കേണ്ടത്, ഓർക്കേണ്ടത്. അതുകൊണ്ട് അതോടുകൂടി നാം ഹജ്ജ് ചെയ്യുമ്പോഴെല്ലാം ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് പിശാച് റസൂലുള്ളാഹി ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത് പോലെ ഇപ്പോൾ പിശാച് പ്രയാസപ്പെട്ട് ഓടുകയാണ്. എന്തുകൊണ്ട്? നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കണ്ട് സഹിക്കവയ്യാത്തത് കൊണ്ട് ഇങ്ങനെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് കാരണത്താൽ ആണ് ഞാൻ പറയാൻ കാരണം. നാം പിശാചിനോടുള്ള വിടവാങ്ങൽ കല്ലെറിയലിലൂടെ, അതുപോലെ മുസ്ദലിഫയിൽ രാപാർക്കലിലൂടെ, അറഫയിൽ പ്രാർത്ഥിക്കലിലൂടെ, തവാഫ് ചെയ്യലിലൂടെ പിശാചിനെ ഈറ വരുത്തുന്ന, ദേഷ്യം വരുത്തുന്ന, കോപ്പം അവന് വരുന്നതായ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. ഇനി മേലിൽ നിങ്ങളുടെ മരണം വരെ പിശാചുമായുള്ള ടച്ച് ഉണ്ടാവാൻ പാടില്ല, ബന്ധമുണ്ടാവാൻ പാടില്ല. ദേഹേച്ഛ അനുസരിക്കരുത്, പിശാചിനെ അനുസരിക്കരുത്. അനുസരണം മുഴുവനും അള്ളാഹുവിന് മാത്രം മാത്രം മാത്രം. അള്ളാഹുവിന്റെ കൽപ്പന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ളതായ അനുസരണം അനുസരിച്ചുകൊണ്ട് യഥാർത്ഥ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹജ്ജ് ചെയ്തവരുടെ ഹജ്ജിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഹജ്ജ് ചെയ്യാത്തവർക്ക് ഹജ്ജിന് വരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അപ്രകാരം തന്നെ രോഗമുള്ളവരുടെ രോഗത്തെ അല്ലാഹു സുഖപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ മതത്തിൽ മരണം വരെ അടിയുറച്ച് ജീവിച്ചുകൊണ്ട് സേവിക്കുവാനും ജീവിക്കുവാനുള്ളതായ ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷി നമുക്ക് ഏവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.